ഗാന്ധി മാർഗത്തെ പാഠപുസ്തകമാക്കി പത്മശ്രീ വി.പി. അപ്പുക്കുട്ട പൊതുവാൾ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഗാന്ധിയൻ മാർഗത്തെ പാഠപുസ്തകമാക്കി ഗാന്ധിയൻ ദർശന വഴിയിലെ ചൈതന്യമായി മാറിയ ആളാണ് പയ്യന്നൂരിലെ ഗാന്ധിയൻ പത്മശ്രീ വി.പി. അപ്പുക്കുട്ട പൊതുവാൾ. ഗാന്ധിയെയും കൂട്ടുപിടിച്ച ജീവിതമാണ് ഈ പൊതുപ്രവർത്തകൻ്റേത്. സ്വാതന്ത്ര്യ സമര സേനാനി, സർവോദയ മണ്ഡലം, മദ്യനിരോധന സമിതി പ്രവർത്തകൻ, ഖാദി പ്രചാരകൻ, എഴുത്തുകാരൻ എന്നുവേണ്ട സാമൂഹ്യ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലെല്ലാം വെളുത്ത ഖാദി ധരിച്ച മെലിഞ്ഞ ഈ മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ടാകും. പ്രായത്തിൻ്റെ അവശതകളില്ലാതെ 101 വയസ്സിലും അപ്പുക്കുട്ട പൊതുവാളിനെ പയ്യന്നൂരിൻ്റെ പൊതുസമൂഹത്തിൽ കാണാൻ കഴിയും. ഗീതയും ഗാന്ധിയുമാണ് തൻ്റെ ശക്തിയും പ്രചോദനവുമെന്ന് അദ്ദേഹം പറയും. 1934 ജനുവരി 12 ഗാന്ധിജിയെ കാണാനും പ്രസംഗം കേൾക്കാനും ഇടയായതോടെയാണ് അപ്പുക്കുട്ട പൊതുവാളുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗാന്ധിജി അന്ന് പയ്യന്നൂരിലെത്തിയത്. സ്വാമി ആനന്ദതീർത്ഥൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും സ്ഥാപിച്ച ശ്രീനാരായണ വിദ്യാലയത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. വിദ്യാലയ മുറ്റത്ത് മാവിൻ തൈ നട്ട് ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് കിഴക്കുള്ള വയലിൽ പൊതുയോഗത്തിന് ഗാന്ധിജി എത്തുന്നത്. അന്ന് ഏട്ടനോടൊപ്പം പ്രസംഗം കേൾക്കാൻ പോയ 11 വയസ്സ് മാത്രം പ്രായമുള്ള അപ്പുക്കുട്ട പൊതുവാൾ ഗാന്ധിജി മലയാളം പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്തു. ഹരിജൻ സേവാ ഫണ്ടിലേക്ക് ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ ലേലം ചെയ്യുമ്പോൾ ലേലക്കാരനെ അനുകരിച്ചാണ് ഗാന്ധിജി ഒരു തരം രണ്ട് തരം എന്ന് മലയാളത്തിൽ പറഞ്ഞത്. അമ്മാവനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വി.പി. ശ്രീകണ്ഠ പൊതുവാളാണ് കുട്ടിയായ അപ്പുക്കുട്ടനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹ ജാഥ നേരിട്ട് കണ്ട ആവേശം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുന്നതിലേക്ക് അപ്പുക്കുട്ട പൊതുവാളിനെ നയിച്ചു. 1942 വി.പി. ശ്രീകണ്ഠ പൊതുവാളെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെ സമരരംഗത്ത് സജീവമായി. സമരസമിതിയുടെ നിർദ്ദേശാനുസരണം പിന്നണിയിൽ പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രവർത്തനങ്ങളെ തുടർന്ന് 1943 അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലായി. എന്നാൽ തെളിവില്ലാത്തതിൻ്റെ പേരിൽ തലശ്ശേരി കോടതി വിട്ടയക്കുകയും ചെയ്തു. 1957 കെ. കേളപ്പൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടെ അപ്പുക്കുട്ട പൊതുവാളും സജീവമായ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഗാന്ധിയൻ പ്രവർത്തനങ്ങളിലും ഖാദി പ്രവർത്തനങ്ങളിലും സജീവമായി. 1947 മുതൽ മദിരാശി സർക്കാരിന് കീഴിൽ പയ്യന്നൂരിലെ ഊർജിത ഖാദി കേന്ദ്രത്തിൻ്റെ ചുമതലക്കാരനായും 1962 മുതൽ അഖില ഭാരതീയ ഖാദി ഗ്രാമോദ്യോഗ കമ്മീഷനിൽ സീനിയർ ഓഡിറ്ററായും പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യം നേടി 1947 നിന്ന് 2024 നാം എത്തിച്ചേർന്നൊരു നീണ്ട കാലഘട്ടം. സ്വാതന്ത്ര്യ പ്രാപ്തി സമയത്ത് ഏറ്റവും കഷ്ടം അനുഭവിക്കുന്നൊരു സമയമായിരുന്നു. ഇന്ത്യയുടെ വിഭജനം, അന്യോന്യ മത്സരം, കൊലപാതകങ്ങൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യ ഒരു ഭാഗത്ത്, അഭയാർത്ഥികൾ മറ്റൊരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ വിഷമം പിടിച്ചൊരു സമയമായിരുന്നു. മഹാത്മാഗാന്ധി ഈ അക്രമം ഒതുക്കാൻ വേണ്ടി ബംഗാളിലേക്ക് പോയി. അധികാരം കൈമാറുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. നെഹ്റു ആസാദും എല്ലാവരും അഭ്യർത്ഥിച്ചു. ഗാന്ധി എൻ്റെ ജോലി അവിടെയാണ്. പൊളിറ്റിക്കൽ സയൻസിൽ M.A. ബിരുദം നേടിയ അദ്ദേഹം ഗാന്ധിയൻ ദർശനത്തിലെ ആധ്യാത്മികത, ഭഗവത്ഗീത, ആത്മവികാസത്തിൻ്റെ ശാസ്ത്രീയത എന്നിവ രചിച്ചു. പരേതരായ കരിപ്പത്ത് കമ്മാര പൊതുവാളുടെയും വി.പി. സുഭദ്രാമ്മയുടെയും മകനാണ്. ഭാര്യ അത്തായി ഭാരതിയമ്മ, മക്കൾ യോഗേഷ്, ഗായത്രി, മഹേഷ്. അപ്പുക്കുട്ട പൊതുവാൾ നമ്മുടെ നാടിൻ്റെ ചരിത്രവും വർത്തമാനവും ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രതീകമാണ്. അദ്ദേഹത്തിൽ നിന്ന് പുതിയ തലമുറക്ക് പലതും പഠിക്കാനുണ്ട്. നമുക്ക് ആ പഠിച്ചതൊക്കെ പകർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ളത് ആശങ്കയുള്ളൊരു കാര്യമാണ്. ഏതായാലും അദ്ദേഹം നൽകുന്ന അനുഭവങ്ങളുടെ ഒരു വലിയ വഴിയുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാം. കരുത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നതിന് അതിന് പ്രയോജനപ്പെടും. പയ്യന്നൂരിലെ ഗാന്ധിയൻ പത്മശ്രീ വി.പി. അപ്പുക്കുട്ട പൊതുവാൾ ഇന്നും സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇന്നും നിറഞ്ഞ സാന്നിധ്യമാണ്.
വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.